CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ നഗരസഭയിൽ മിന്നും വിജയം നേടിയ UDF നഗരത്തിൽ പ്രകടനം നടത്തി. ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് വലിയ വിജയത്തിന് കാരണമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗിനും ജനകീയ മതേതര മുന്നണിക്കുമെതിരെ ആഞ്ഞടിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം. കാലം എത്ര കഴിഞ്ഞാലും പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും ശ്രീരാജ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ CPM ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ തുടങ്ങി. ഇത്തവണ വനിതാ സംവരണമാണ് നഗരസഭയിൽ. പാപ്പറമ്പ് വാർഡിൽ നിന്ന് ജയിച്ച T ജ്യോതി, കുന്നുംപുറം വാർഡിൽ നിന്ന് ജയിച്ച N സാബിറ, തൂത വാർഡിൽ നിന്ന് ജയിച്ച K ജംസിയ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് വിവരം. മണ്ണാർക്കാട് നഗരസഭയിൽ CPM-ഉം BJP-യും തമ്മിൽ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അറിവോടെയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് C മുഹമ്മദ് ബഷീർ ആരോപിച്ചു. CPM-BJP കൂട്ടുകെട്ട് മണ്ണാർക്കാട് നഗരസഭയിലും കൊണ്ടാടപ്പെട്ടു എന്നും ബഷീർ വിമർശിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ CPM ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ തുടങ്ങി. ഇത്തവണ വനിതാ സംവരണമാണ് നഗരസഭയിൽ. പാപ്പറമ്പ് വാർഡിൽ നിന്ന് ജയിച്ച T ജ്യോതി, കുന്നുംപുറം വാർഡിൽ നിന്ന് ജയിച്ച N സാബിറ, തൂത വാർഡിൽ നിന്ന് ജയിച്ച K ജംസിയ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് വിവരം. ഇതിൽ ജ്യോതിയാണ് CPM സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുള്ളത്. സാബിറയും ജംസിയയും LDF സ്വതന്ത്രരാണ്. കാവുവട്ടം വാർഡിൽ നിന്ന് ജയിച്ച C ജയകൃഷ്ണനാണ് വൈസ് ചെയർമാനാകാൻ സാധ്യത. CPM ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമാണ്. 33 അംഗ നഗരസഭയിൽ 17 സീറ്റാണ് LDF നേടിയത്. CCN ചെർപ്പുളശ്ശേരി. തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന് വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ കുതിരപ്പുറത്തേറിയെത്തിയ സ്ഥാനാർത്ഥി നാട്ടുകാർക്ക് കൗതുകമായി. LDF സ്വതന്ത്രനായി വിജയിച്ച അബ്ദുൽ മജീദാണ് കുതിരപ്പുറത്ത് എത്തിയത്. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറി വാർഡിൽ LDF സ്വതന്ത്രനായി വിജയിച്ച അബ്ദുൽ മജീദാണ് ഈ വേറിട്ട രീതിയിൽ വോട്ടർമാരെ കാണാൻ എത്തിയത്. കുതിരപ്പുറത്തെത്തി വോട്ടർമാരുമായി സംവദിച്ച സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. കഴിഞ്ഞ 20 വർഷമായി UDF ഭരണം നിലനിർത്തിയിരുന്ന വാർഡ് പിടിച്ചെടുത്താണ് അബ്ദുൽ മജീദ് ഇത്തവണ വിജയം സ്വന്തമാക്കിയത് എന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ട്. CCN ചെത്തല്ലൂർ. ഇവിടെ കുന്തിപ്പുഴ 1-ാം വാർഡ്, അവിടെ ഇടതുപക്ഷത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഒരു വോട്ടാണ്. കേരളത്തിൽ തന്നെ ഒരു വോട്ട് കിട്ടിയ നഗരസഭ മണ്ണാർക്കാട് ആയിരുന്നു. അല്ല, പൂജ്യമല്ല, ഒരു വോട്ട്. ഒരു വോട്ട് എന്ന് പറഞ്ഞു പൂജ്യം കിട്ടിയത് ഉണ്ടാവും. ചിലപ്പോൾ 2 വോട്ടോ 5 വോട്ടൊക്കെ ഉണ്ടാവും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു വോട്ടാണ് കിട്ടിയത്. ഉണ്ട്. ഓക്കെ. അപ്പോ ഇതില് പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ 165 വോട്ട് LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. 14 വോട്ടുകൾ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ആ 2 വോട്ട് കൂടെ കൂട്ടുമ്പോൾ 179 വോട്ട് കൃത്യമായിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പെട്ടിയിൽ വീണു എന്നുള്ളതാണ് ഞങ്ങൾ ഈ ബാന്ധവത്തെ സ്ഥിരീകരിക്കുന്നത്. രണ്ടാമത് BJPയുമായുള്ള ബന്ധം വളരെ വ്യക്തമാണ്, ക്ലിയറാണ്. എൻ്റെ വാർഡിൽ ഞാൻ വോട്ട് ചെയ്ത 24-ാം മണ്ണാർക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് നമ്പിയമ്പടിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി തോറ്റു എന്നറിഞ്ഞ ഉടനെ തൊട്ട് കാരാകുർശി പഞ്ചായത്തിലെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വാർഡിലേക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. BJPയുടെ കൊടിയും എടുത്തുകൊണ്ട്. അത് ഏത് ബന്ധത്തിലാണ്, കൈകൊട്ടിക്കളി ആയാലും തിരുവാതിര കളി ആയാലും ഒരു തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ആഘോഷിക്കുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഉള്ള ആ ഒരു സന്തോഷത്തിൽ പങ്കുവെക്കുമ്പോൾ ഈ ആളുകളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വളരെ ക്ലിയറാണ്. അതോടൊപ്പം തന്നെ ഞാൻ മത്സരിച്ച വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ എത്ര വോട്ടുണ്ടായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് 14 വോട്ടാണ് BJP കിട്ടിയത്. ബാക്കി വോട്ട് അവിടെ പോയി. ഇങ്ങനെ ഓരോ വാർഡിലും നിങ്ങൾ അന്വേഷിക്കണം. പത്രക്കാരൻ നിങ്ങളിത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഒരു ഭാഗത്ത് വർഗീയ പാർട്ടികളുമായി ഒരു കൂട്ടുമില്ല എന്ന് പറയുകയും മറുഭാഗത്ത് ഇവരുമായി വളരെ
പരസ്യമായിക്കൊണ്ട് തന്നെ ബന്ധം നിലനിർത്തുകയും ചെയ്തു. അവിടെ 22ാം വാർഡ് അബിത പരാജയപ്പെട്ടത് 9 വോട്ടല്ല, ആ വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ ഉച്ചവരെ ഇവര് 2ആയി വോട്ട് പിടിക്കുകയും ചെയ്ത് ഉച്ച കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുന്ന ഒരു കാഴ്ച നമ്മളവിടെ കണ്ടു. ഞാനും പെരുമ്പടാരി സ്കൂളിലായിരുന്നു. പെരുമ്പടാരി ആ സ്കൂളിലാണ് എൻ്റെ ബൂത്ത് ഉണ്ടായിരുന്നത്. ഞാനത് നേരിൽ കണ്ട കാഴ്ചകളാണ്. അപ്പൊ ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഇത്രയെങ്കിലും അവർ നേടിയത്. അപ്പൊ ജമാഅത്ത് പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 1ാം വാർഡിൽ ഇത് സംഭവിച്ചപ്പോൾ ഈ 19-20 വാർഡുകൾ, ആ 2 വാർഡിലും ജമാഅത്തിന് എത്ര വോട്ടുണ്ടെന്ന് എവിടെ എല്ലാവർക്കും അറിയാം. ഒരു വാർഡിൽ 60 വോട്ടിൽ പരം വോട്ടുകളുണ്ട്, 100 പരം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾക്ക് തന്നെയാണ് അവിടെ വിജയിച്ചത്. അപ്പോൾ അവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ നേടിയ വിജയമാണ് LDF-ന് മണ്ണാർക്കാട് ഇത്ര എങ്കിലും സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വളരെ കൃത്യമായിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നേരിട്ടത്. അത് ജനം അംഗീകരിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കോട്ടയായ നമ്മുടെ പെരുമ്പടാരിയിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ ആണ്ടിപ്പാടം നെല്ലിപ്പുഴ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തു. അതേപോലെ തന്നെ പാറപ്പുറം സീറ്റ് പിടിച്ചെടുത്തു. അപ്പോൾ നല്ല ഞങ്ങളുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ജനം അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ അംഗീകാരമാണ് ജനങ്ങൾ തന്നിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭ കുന്തിപ്പുഴ വാർഡിലെ LDF സ്ഥാനാർത്ഥി ഫിറോസ് ഖാന് 1 വോട്ട് മാത്രം ലഭിച്ചത് ചർച്ചയാകുന്നു. UDF സ്ഥാനാർത്ഥി KC അബ്ദുറഹ്മാനാണ് 301 വോട്ട് നേടി കുന്തിപ്പുഴ വാർഡിൽ വിജയിച്ചത്. BJP-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും സഹകരിച്ചാണ് നഗരസഭയിൽ ചില വാർഡുകളിൽ CPM വിജയിച്ചതെന്ന ജനകീയ മതേതര മുന്നണിയുടെ ആരോപണം നിലനിൽക്കെയാണ് വാർഡിലെ ദയനീയ പരാജയവും ചർച്ചയാവുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഏക വോട്ട് ചെയ്തത് താനാണെന്ന വാദവുമായി കുന്തിപ്പുഴ സ്വദേശിയും CPM കുളിർമുണ്ട ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ഹനീഫ രംഗത്തെത്തി. ബ്രാഞ്ചിലെ 10 പാർട്ടി അംഗങ്ങളിൽ 4 പേർക്ക് കുന്തിപ്പുഴ വാർഡിലാണ് വോട്ടുള്ളത്. അവരാരും പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല. സാധാരണ LDF-ന് ഇവിടെ 120 വോട്ട് ലഭിക്കാറുണ്ട്. അതേസമയം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് 179 വോട്ട് ലഭിച്ചു. CPM വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ചതായാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി അറിയാതെയാണ് വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുകയാണുണ്ടായത്. ഹനീഫ ആരോപിച്ചു. അവിടെ പാർട്ടി മെമ്പർമാർ 10 പേരുണ്ട്. ഈ 10-ൽ 4 പേർക്കുള്ള വോട്ട് 1ാം വാർഡിലാണ്. അതായത് ഇപ്പൊ ഈ ഞാൻ ചെയ്ത ഇതിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവരാരും വോട്ട് ചെയ്തിട്ടില്ല. ഇവരുടെ കുടുംബങ്ങളില്ല. എപ്പോഴും വർഷങ്ങളായിട്ട് ഏത് സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിലും ഒരു 120 വോട്ട് പാർട്ടിക്ക് അവിടെ ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യം അത് 1 വോട്ടിൽ ചുരുങ്ങി. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, കാരണം അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് വേറെ ഒരു വാർഡിലും സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടുത്തെ വോട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് മറിച്ചു ഇവിടുന്ന് അങ്ങോട്ട് പോകും. അത്രയും. നിങ്ങൾ പാർട്ടി അംഗമാണോ? അതെ. നിങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നടപടി ഉണ്ടായിട്ടുണ്ടോ? വോട്ട് ചെയ്തതിന് ശേഷം നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നടപടി ഉണ്ടാവും. കാരണം അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പോയപ്പോ തന്നെ നമ്മള് എല്ലാ ഗ്രൂപ്പിനും വാട്സപ്പ് ഗ്രൂപ്പിനും എല്ലാവരും നമ്മളെ പുറത്ത് റിമൂവ് ചെയ്യാനുണ്ടായി. അവിടുത്തെ LDF സ്ഥാനാർത്ഥി അവിടെ പ്രചരണത്തിന് വന്നു. കാരണം ഞങ്ങള് വാർഡ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി അവിടെ പ്രചരണത്തിന് വന്നു. ഒരു ദിവസം വന്നിട്ടില്ല. ഒരു ദിവസം പോലും ഒരു വീട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചില്ലേ? നിങ്ങൾ സ്വാഭാവിക പാർട്ടി നമ്മൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കിയത്. പിന്നെ നമ്മൾ നേരിട്ട് ബ്രാഞ്ച് സെക്രട്ടറിനോട് വാർഡിനോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തമായ ഉത്തരം കിട്ടണമെന്നില്ല. UDF സ്ഥാനാർത്ഥി KC അബ്ദുറഹ്മാനാണ് 301 വോട്ട് നേടി കുന്തിപ്പുഴ വാർഡിൽ വിജയിച്ചത്. വെൽഫെയർ പാർട്ടി സ്വതന്ത്രൻ സിദ്ദിഖ് കുന്തിപ്പുഴ 179 വോട്ട് നേടി. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫൈസൽ കുന്തിപ്പുഴ 65 വോട്ടും നേടി. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് LDF സ്ഥാനാർത്ഥിയും നേതൃത്വവും പറഞ്ഞു. CCN മണ്ണാർക്കാട്. മുസ്ലിം ലീഗിനും ജനകീയ മതേതര മുന്നണിക്കുമെതിരെ ആഞ്ഞടിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം. കാലം എത്ര കഴിഞ്ഞാലും പാർട്ടിയെ ഒറ്റിക്കൊടുത്തവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും ശ്രീരാജ് പറഞ്ഞു. അതേപോലെ തന്നെ ഈ നാട്ടില് CPM ലോക്കൽ സെക്രട്ടറി STPL പുതിയ കണ്ടുപിടുത്തമാണ്.
അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, കേവലം ഒരു SDPIക്കാരന്റെ മുമ്പിലല്ലേ നിങ്ങളെ ബിലാൽ ആകെ ബലാലായി മാറിയത്? ഒരു SDPIക്കാരന്റെ മുന്നിൽ നിങ്ങളുടെ എല്ലാമായ മനുഷ്യൻ സാഷ്ടാംഗം വീണുപോയില്ലേ? 11 സീറ്റിൽ നിന്ന് ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി 12 സീറ്റിലേക്ക് പോയത്, തെങ്കര നിലനിർത്തിയത്, ചരിത്രത്തിൽ ആദ്യമായി 30 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണാർക്കാട് പിടിച്ചു നിർത്തിയതൊക്കെ ആരുടെ എഫക്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് എഫക്റ്റ്? നിങ്ങൾ മത്സരിച്ച 10 ആളുടെ വോട്ട് കൂട്ടിയാൽ, ഈ ജനകീയ മതേതര മുന്നണി മത്സരിച്ച് ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടിയ വോട്ട് കൂട്ടിയാലും 6ാം വാർഡിലെ സ്മിതയുടെ ഭൂരിപക്ഷത്തിനെത്തിയാൽ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ 10 സ്ഥാനാർത്ഥികൾ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് മൊത്തം പണം പിരിച്ചിട്ടു. ലീഗിന്റെ ഊരയിൽ നിൽക്കാതെ അവനവന്റെ കാലിൽ നിൽക്കാൻ പഠിക്കണം. ഇടതുമുന്നണിയെ സേവ് ചെയ്യാൻ ലീഗ് കൊടുത്തുവിടുന്ന ബിരിയാണി പൊതിക്ക് സാധിക്കില്ല. ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. ഏതൊരു പ്രവർത്തനത്തിനും നേരനുവാദത്തിലും വിപരീത ദിശയിലുമായി ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ ആരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരാക്കാൻ വേണ്ടിയിട്ട് ലീഗുകാരുടെ കൂടെ കൂടാൻ പറഞ്ഞത്? CPIനെ സംരക്ഷിക്കാൻ ലീഗ് ബെസ്റ്റ് പാർട്ടിയാണ്. പേര് സേവ് CPI. 2 കാലിൽ നിൽക്കാൻ വഹിക്കാത്തോ ആ സേവ് CPIക്കാരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളിതൊന്നും പറയണമെന്ന് കരുതിയതല്ല, പറയിപ്പിച്ചതാണ്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളോട് വളരെ മാന്യമായി ഞങ്ങൾ പറയുന്നു, ലീഗിന്റെ ഊരയിൽ നിൽക്കാതെ അവനവന്റെ കാലിൽ നിൽക്കാൻ പഠിക്കണം. അവനവന്റെ കാലിലാണ് നിൽക്കേണ്ടത്, ലീഗിന്റെ ഊരയിലല്ല. നിങ്ങൾ സകലരെയും കൂട്ടിപ്പിടിച്ചു. ഇപ്പൊ എന്താ പരിപാടി? UDFന്റെ ഭാഗമായി മത്സരിച്ച ആളുകൾ പോലും ഇവിടെ വേറെ ഏതോ ഒരു സംവിധാനത്തിന്റേതാണെന്ന് പറഞ്ഞു വരും. ഒറ്റക്ക് മത്സരിച്ചവരവിടെ ലീഗിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ആയി മത്സരിച്ചവർ അവരിപ്പോ കൊണ്ടുവരികയാണ്. മറ്റൊരു സിനിമയിൽ കീലേരി വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളോട് 2 ആളോട് മുട്ടാനുള്ള ഒരു ആരാണെന്ന് ചോദിച്ച മാതിരിയാണ് ഇപ്പോ. ആ പരിപാടി അവസാനിപ്പിച്ചോളി. സേവ് CPIക്കാരോട് ഞങ്ങൾ പറയുന്നു, ഇത് കൊങ്ങശ്ശേരി കൃഷ്ണന്റെ മണ്ണാണ്. ആ സഖാവ് കൊങ്ങശ്ശേരി കൃഷ്ണന്റെ മണ്ണിലൊക്കെ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോ നിങ്ങളുടെ വെല്ലുവിളി എന്ന് പറയുന്ന സാധനത്തെ, നിങ്ങളുടെ സേവ് ചെയ്യാനുള്ള നിങ്ങളുടെ ത്വരയെ അതിന്റെ ശവപ്പട്ടിയിൽ ആണി അടിച്ചിട്ടാണ് ഇവിടെ ഈ ചുവന്ന കൊടി ഇങ്ങനെ പാറുന്നത് എന്ന് നിങ്ങൾ ഓർത്തോണം. ഞങ്ങളെ സേവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. കൂടാതെ PK ശശി അനുകൂലികളുടെ മതേതര മുന്നണിയെ പരിഹസിച്ചുകൊണ്ടും ശ്രീരാജ് രംഗത്തെത്തി. ബിലാൽ ബലാലായില്ലേ, 4 മല കത്തിയിട്ട് പേടിച്ചിട്ടില്ല, പിന്നെയാണ് 2 മൈലാഞ്ചി ചെടി എന്നായിരുന്നു പരിഹാസം. മുസ്ലിം ലീഗിന്റെ ആലയത്തിൽ നിന്ന് വാങ്ങിയ ബിരിയാണി നക്കിയിട്ടും UDFകാരന്റെ പണപ്പെട്ടി കട്ടിട്ടും നിങ്ങൾ നാട് മുഴുവൻ കുലുക്കി ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ടും 6ാം വാർഡിലെ സ്മിതയുടെ, അതേപോലെ തന്നെ കുന്നത്തുള്ളിലെ ജംഷീലക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ വോട്ട് പോലും പിടിക്കാൻ പറ്റാത്തവരാണ്. എന്ത് എഫക്റ്റാണോ, എന്ത് എഫക്ട്? ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. 4 മല കത്തിയിട്ട് ഞങ്ങൾ പേടിച്ചില്ല, പിന്നീട് 2 മൈലാഞ്ചി ചെടി കത്തിയിട്ടെന്ന് ഓർക്കണം, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ ഞങ്ങളെ വെല്ലുവിളിക്കുന്നവരോട് ഞങ്ങൾ പറഞ്ഞു, ഇതൊന്നും വിജയത്തിന്റെ ഈ പറയുന്ന ആഘോഷത്തിൽ പറയുന്നതല്ല, ആവേശത്തിൽ പറയുന്നതല്ല. നീണ്ട 30 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായി പറയുകയാണ്, ഏത് വെല്ലുവിളിയെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. CH സെന്ററിൽ നിന്ന്, മാരാർജി ഭവനിൽ നിന്ന്, ഇന്ദിരാ ഭവനിൽ നിന്ന് വരുന്ന സ്കഡ് മിസൈലുകൾ തടുക്കാനുള്ള അയൻഡോമമായിരിക്കുന്ന ഞങ്ങളടുത്താണ് കുലിക്കിരിയാട്ടത്തെ എലിവാണം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ പാർട്ടി, ഈ മുന്നണി, ഈ നാട്ടിൽ നിങ്ങളെ ആലോചിച്ച് നോക്കണം. ഈ നാട് മുഴുവൻ അലയടിച്ചു വന്ന സുനാമി തിര പോലെ അലയടിച്ചു വന്ന ഇടതുവിരുദ്ധ തരംഗത്തെ കോട്ട കെട്ടി തടുത്തിട്ടാണ് നിങ്ങൾ ഈ പഞ്ചായത്ത്. CCN മണ്ണാർക്കാട്. വിദഗ്ധരായ പീഡിയാട്രിക് കൺസൾട്ടന്റുകളും കൂടാതെ മുഴുവൻ സമയ പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റിന്റെ സേവനത്തോടു കൂടിയുള്ള പീഡിയാട്രിക് ICU സൗകര്യം, പീഡിയാട്രിക് സർജൻ, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം ഇനി മുതൽ കിംസ് അൽഷിഫയിൽ ലഭ്യമാകും. ഇതുകൂടാതെ നവജാത ശിശുക്കൾക്കുള്ള ലെവൽ 3 NICU, കുട്ടികൾക്കുള്ള ഡെവലപ്മെന്റ് തെറാപ്പി, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള സ്പീച്ച് തെറാപ്പി, കുട്ടികളുടെ മാനസികാരോഗ്യത്തിനുള്ള പീഡിയാട്രിക് സൈക്കോളജി കൗൺസിലിംഗ് തുടങ്ങിയവയും ഈ വിഭാഗത്തിന് കീഴിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. എൻ്റെ പേര് ഡോക്ടർ അബ്ദുറഹ്മാൻ അലിക്കോട്ടിൽ.
ഞാൻ ഇവിടുത്തെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് HOD സീനിയർ കൺസൾട്ടൻ്റ് ഇൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നിവിടെ നമ്മുടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ OPD ബ്ലോക്ക് ഇനോഗ്രേഷൻ നടക്കുകയുണ്ടായി. ഇതിൽ എന്താണ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള പീഡിയാട്രിക് സീനിയർ ഡോക്ടേഴ്സിനും ആയിട്ട് നല്ല ഓഫീസുകളുണ്ട്. കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ മറ്റ് പീഡിയാട്രിക് സബ് സ്പെഷ്യാലിറ്റീസായ പീഡിയാട്രിക് സർജറി, പീഡിയാട്രിക് ന്യൂറോളജി, പീഡിയാട്രിക് കാർഡിയോളജി എന്നിവയെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് റൂം, തെറാപ്പി റൂം, ഷോർട്ട് സ്റ്റേ ഒക്കെ ആയിട്ട് നെബുലൈസേഷന് വേണ്ടിയിട്ടും IV ഡ്രിപ്പ് ഇടാനും ഫീവർ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് ജനറൽ പീഡിയാട്രിക്സിൽ നിങ്ങൾ എല്ലാവിധ പീഡിയാട്രിക് എല്ലാവിധ അസുഖങ്ങളും നോക്കുന്നു. റെസ്പിറേറ്ററി ഇൽനെസസ്, അലർജി, ആസ്മ, ന്യൂമോണിയ, അതുപോലെ കാർഡിയോളജിക്കൽ ഇഷ്യൂസ്, ജനറൽ പീഡിയാട്രിക് പ്രോബ്ലംസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ്, വാക്സിനേഷൻ, എല്ലാ കുട്ടികളുടെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങളും നോക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ ഉള്ളത്. പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ P. ഉണ്ണീൻ നിർവഹിച്ചു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, പീഡിയാട്രിക് വിഭാഗ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനോയ് കുര്യൻ ജോർജ്, ഡോക്ടർ ആദിൽ, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്, കൺസൾട്ടന്റ് നിയാനാറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ ബാബു പേരയിൽ, ഡോക്ടർ സഹീർ, ഡോക്ടർ അഞ്ജലി അജിത്, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ അശ്വിൻ, ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ നയൻതാര, ഡോക്ടർ വത്സാബി ജോർജ്, ഡോക്ടർ ബുഷറ, ഡോക്ടർ ആമിന നൌഷാദ്, ഡോക്ടർ ശ്രുതി ജയകുമാർ, ഡോക്ടർ ആയിഷ നസ്ന, ഡോക്ടർ സനിത തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. വിജയാഘാത പ്രകടനമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ നേതാക്കളുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ കർമ്മഗുണന്മാരുടെയും അകമ്പടി ശോഭിച്ചുകൊണ്ട് ഈ പെരിന്തൽമണ്ണയുടെ ഗ്രാമാന്തരങ്ങളെ കത്തിയുയർത്തി ഇതുവഴി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ സകലയും സമർപ്പിക്കുക. 3 പതിറ്റാണ്ടുകാലമായി ഇടതുമുന്നണിയുടെ തട്ടകമായിരുന്ന പെരിന്തൽമണ്ണ നഗരസഭ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് പ്രകടനം നടത്തിയത്. വിജയിച്ച സ്ഥാനാർത്ഥികളും നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരുന്ന പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് വലിയ വിജയത്തിന് കാരണമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റി ആയതിനു ശേഷമുള്ള CPM-ന്റെ ഭരണം, അതിനു മുമ്പ് സ്ഥിരമായി തെരഞ്ഞെടുപ്പ് നടക്കാത്ത പഞ്ചായത്തായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം, പൊതുവെ CPM-ന്റെ ഒരു ആധിപത്യ ദേശം എന്ന് ധരിക്കപ്പെട്ടിരുന്ന പെരിന്തൽമണ്ണയിൽ ഐക്യജനാധിപത്യ മുന്നണി വർദ്ധിതമായിട്ടുള്ള ആവേശത്തോടുകൂടി പ്രവർത്തിച്ചപ്പോൾ നിഷ്പ്രയാസം ഞങ്ങൾക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലേക്ക് വരാൻ സാധിച്ചിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ UDF-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണം പെരിന്തൽമണ്ണയ്ക്കൊരു നവ്യാനുഭവമായി, ഒരു മാറ്റം ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള നയപരമായിട്ടുള്ള ഒരു മാറ്റം ഈ നഗരഭരണത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ അധികാരത്തിലൂടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ഹിതത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ, അവരുടെ ആശയങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ UDF സദാ സന്നദ്ധമായിരിക്കും. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതിരഹിതമായിട്ടുള്ള ഒരു ജനക്ഷേമ ഭരണം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിനനുസൃതമായിട്ടുള്ള നല്ല പ്രിപ്പറേഷൻ, നല്ല ഹോംവർക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും നടത്തും. വളരെ വിദഗ്ധരായിട്ടുള്ള നഗരാസൂത്രകരുടെ നേതൃത്വത്തിൽ ഈ മുനിസിപ്പാലിറ്റിയെ ഒരു പ്ലാൻഡ് സിറ്റി ആയിട്ട് എങ്ങനെ പുനഃസംവിധാനിക്കാം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു ആസൂത്രിത നഗരമായിട്ട് പെരിന്തൽമണ്ണയെ എങ്ങനെ പുനഃസംവിധാനിക്കാൻ കഴിയും, ആ പരീക്ഷണമായിരിക്കും ഈ 5 വർഷം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരും അടിത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരും ഒറ്റക്കെട്ടായി UDF-ആയി പ്രവർത്തിച്ചതിന്റെ
വലിയ ഒരു വിജയമാണ് ഇന്നിവിടെ ഈ കാണുന്നത്. മൺമറഞ്ഞു പോയ കാരണവന്മാരെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു നേട്ടമായിരുന്നു ഇത്. പല നേതാക്കന്മാരും ഈ ആഗ്രഹം വെച്ച് മരണപ്പെട്ടു പോയി. ഈ ഒരു തലമുറക്കെങ്കിലും ഈ ഒരു വിജയം മുന്നിൽ കാണാനും അനുഭവിക്കാനുമുള്ള ഒരു യോഗമുണ്ടായി. ഈ നഗരസഭ എങ്ങനെയാണ് ജനങ്ങളുടെ വികാരത്തിനൊത്ത് ജനകീയമായ ഒരു ഭരണം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് UDF ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇടതുവശമോ വലതുവശമോ അതല്ലാത്തവരോ ആയവരോ ഒന്നുമില്ല. എല്ലാവരെയും ഒറ്റ മനസ്സോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ജനകീയ ഭരണം നടത്തണമെന്നാണ് UDFന്റെ നേതാക്കന്മാരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഹ്വാനം. അതനുസരിച്ച് ഞങ്ങളുടെ കൗൺസിലർമാരും പ്രവർത്തിക്കുന്ന എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ നഗരസഭയിൽ മിന്നും വിജയം നേടിയ UDF നഗരത്തിൽ പ്രകടനം നടത്തി. ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് വലിയ വിജയത്തിന് കാരണമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗിനും ജനകീയ മതേതര മുന്നണിക്കുമെതിരെ ആഞ്ഞടിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം. കാലം എത്ര കഴിഞ്ഞാലും പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും ശ്രീരാജ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ CPM ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ തുടങ്ങി. ഇത്തവണ വനിതാ സംവരണമാണ് നഗരസഭയിൽ. പാപ്പറമ്പ് വാർഡിൽ നിന്ന് ജയിച്ച T ജ്യോതി, കുന്നുംപുറം വാർഡിൽ നിന്ന് ജയിച്ച N സാബിറ, തൂത വാർഡിൽ നിന്ന് ജയിച്ച K ജംസിയ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് വിവരം. മണ്ണാർക്കാട് നഗരസഭയിൽ CPM-ഉം BJP-യും തമ്മിൽ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അറിവോടെയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് C മുഹമ്മദ് ബഷീർ ആരോപിച്ചു. CPM BJP കൂട്ടുകെട്ട് മണ്ണാർക്കാട് നഗരസഭയിലും കൊണ്ടാടപ്പെട്ടു എന്നും ബഷീർ വിമർശിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.